എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് കുമാർ ആറ്റിങ്ങൽ. അപ്പോൾ ഇന്നിപ്പം നമ്മൾ ഒരു വയറിംഗ് വെറൈറ്റി ടെക്നിക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഹോബിയാണ്, സിമ്പിൾ സർക്യൂട്ടാണ്. അപ്പം നേരെ വീഡിയോയിലേക്ക് അങ്ങ് പോയാലോ അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് സർക്യൂട്ട് ഡയഗ്രം നോക്കാം, അതിനുശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാഴായി കളയുന്നില്ല. ഞാൻ ഇവിടെ 3 സ്വിച്ചും 2 ലൈറ്റും ഉണ്ട്. മെയിൻ ഓൺ ചെയ്തു, എല്ലാ ലൈറ്റും ഓഫ് തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ 3 2 സ്വിച്ചുകൾ. ആദ്യത്തെ 2 സ്വിച്ച് ഞാൻ ഓൺ ചെയ്തു, ആദ്യത്തെ ലൈറ്റ് കത്തി, രണ്ടാമത്തെ ലൈറ്റ്. ഞാൻ ഇനി 3ാമത്തെ സ്വിച്ച് ഓൺ ചെയ്തു, രണ്ടാമത്തെ ലൈറ്റ്. ഇപ്പോൾ 2 ലൈറ്റ് എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ 2 ലൈറ്റും ഓൺ ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ മാസ്റ്റർ സ്വിച്ച് വെച്ച് എനിക്ക് ഇതിനെ ഓഫ് ചെയ്യാൻ സാധിക്കും. സാധാരണ ഒരു മാസ്റ്റർ സർക്യൂട്ടിൽ അങ്ങനെ ഒരു കണ്ടീഷൻ പാടാണ്. കത്തിക്കൊണ്ടിരിക്കുന്ന സാധനത്തിനെ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ എനിക്ക് 2 ലൈറ്റിനെ ഓഫ് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പോൾ പോലും അങ്ങനെ ആയിരുന്നാൽ പോലും എനിക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ഓൺ ചെയ്യാൻ സാധിക്കും. ആ കണ്ടീഷനിൽ എനിക്ക് വീണ്ടും ഇപ്പുറത്തെ ഡയറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആദ്യം ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. 2 സ്വിച്ചസ് വേണം, അത് 3 എണ്ണമാണ്. ഇനി അതുപോലെ നമുക്ക് ബൾബ് ഹോൾഡർ വേണം, അത് 2 എണ്ണമാണ്, അത് വിത്ത് ബൾബാണ്. പിന്നെ നമുക്ക് ആവശ്യമായ കണക്റ്റിംഗ് വയർ 2 മീറ്റേഴ്സ് മതിയാവും നമുക്ക് ഇവിടെ. ഓക്കെ, അടുത്ത നമുക്ക് അന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ആ 3 സ്വിച്ചുകളെയും കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് സ്പെഷ്യൽ മാസ്റ്റർ വിത്ത് സ്റ്റെയർ കേസ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ അതുതന്നെ അറിയാം. ഇതിനകത്ത് 3 2 സ്വിച്ചുകൾ ഉണ്ടെങ്കിൽ നടുക്കിരിക്കുന്ന സ്വിച്ചാണ് നമ്മുടെ മാസ്റ്റർ എന്ന് പറയുന്നതും മറ്റു 2 എണ്ണം സ്റ്റെയർ കേസുമാണ്. ഇനി നമുക്ക് 2 ലൈറ്റുകൾ സെറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ഇനി വയറിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ വയർ നമ്മൾ ന്യൂട്രൽ കൊണ്ട് ആദ്യത്തെ ലാമ്പിൽ കണക്ട് ചെയ്തു, ഫേസ് കൊണ്ടുവന്ന് മാസ്റ്റർ സ്വിച്ചിന്റെ, അതായത് നടുക്കുള്ള 2 സ്വിച്ചിന്റെ സെന്ററിൽ കണക്ട് ചെയ്തു. ഇനി അടുത്ത തന്നെ നമുക്ക് ന്യൂട്രല് അടുത്ത ലൈറ്റിലേക്കും പാരലായിട്ട് കണക്ട് ചെയ്യാം. വീണ്ടും 2 സ്വിച്ചിന്റെ അപ്പ് ടെർമിനലുകളെല്ലാം, അതായത് മാസ്റ്റർ സ്വിച്ച് ഉൾപ്പെടെയുള്ള എല്ലാ അപ്പ് ടെർമിനലുകളും നമുക്ക് ഷോർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ താഴത്തെ സ്വിച്ചുകളും താഴത്തെ ടെർമിനലുകളും നമുക്ക് ഷോർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഉള്ളത് ആകെ 2 ടെർമിനലുകളും 2 കണക്ഷൻ ടെർമിനലുകളും 2 ബൾബ് ടെർമിനലുകളും മാത്രമാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അതെ, ആദ്യത്തെ ലൈറ്റിൽ നിന്നും ആദ്യത്തെ സ്വിച്ചിന്റെ സെന്ററിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്വിച്ചിന്റെ ടെർമിനലിൽ നിന്നും നേരെ രണ്ടാമത്തെ ലൈറ്റിലേക്കും കണക്ട് ചെയ്യുക. കഴിഞ്ഞു. ഇനി ആ വർക്കിംഗ് വിശദമായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ആ സർക്യൂട്ട് ഡയഗ്രാം എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണുന്ന പോലെ തന്നെ ഫസ്റ്റ് 2 സെക്കൻഡ് 2 തേർഡ് 2 3 2 സ്വിച്ചുകളുണ്ട്, 2 ലൈറ്റുകളുണ്ട്. ഞാനിപ്പോൾ പവർ ഒന്ന് ഓൺ ചെയ്തപ്പോൾ നോക്കി, എല്ലാ സ്വിച്ചുകളും അപ്പായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ അത് പവർ ഒന്ന് ഓൺ ചെയ്തപ്പോൾ 2 ലൈറ്റും കത്തി അല്ലേ, എല്ലാം അപ്പിൽ നിൽക്കുക. ഇനിയിപ്പോൾ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇതിനെ ഓഫ് ചെയ്യാം. അപ്പോഴും മറ്റത് കത്തുന്നുണ്ട്, ഇതും എനിക്ക് ഓഫ് ചെയ്യാം. ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതെല്ലാം നടക്കും. അതേപോലെ ഇവിടെ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നടക്കുന്നുണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇതിനെ രണ്ടിനെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇപ്പോൾ രണ്ടും ഓഫാണെന്ന് വെച്ചോ, എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് രണ്ടിനെയും അറ്റ് എ ടൈം മാസ്റ്റർ സ്വിച്ച് പോലെ ഓൺ ചെയ്യാൻ പറ്റും. ഇനി ഏതെങ്കിലും ഒരു ലൈറ്റ് ഓഫ് ആണെങ്കിലോ, ഞാൻ ഒന്ന് ഓണും ഒന്ന് ഓഫും ആണെങ്കിൽ അതിനെ ഒന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഓഫായിട്ടുള്ളത് ഓണും ഓണായിട്ടുള്ളത് ഓഫും ആക്കാൻ പറ്റും. അപ്പോൾ ഒരു സ്പെഷ്യൽ മാസ്റ്റർ സർക്യൂട്ടാണ്. ഇപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതിക്കൊള്ളട്ടെ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ കാത്തിരിക്കാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.